എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് ശ്രീ എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള സിലബസ് 10ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി, അതിൽ നിന്നും നമ്മൾ ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം, അതുപോലെ തന്നെ കോളനൈസേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ യൂറോപ്യൻ മേൽക്കോയ്മയ്ക്കെതിരെ ഈ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്, ചൂഷണത്തിനെതിരെ ട്രേഡ് യൂണിയൻസ് വരുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെ, കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ അവരെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഉറവിടങ്ങളായി കണ്ടതും, അതുപോലെ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള കമ്പോളങ്ങളായിട്ട് കണ്ടതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് മൂലധന നിക്ഷേപം ഈ കോളനികളിൽ നടത്താൻ തുടങ്ങി. അവരുടെ പണം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ വൻതോതിൽ കച്ചവടം നടത്തുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. എന്താണ് യൂറോപ്യന്മാരെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. കോളനികളിൽ മൂലധന നിക്ഷേപം നടത്താനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി പുതുതായിട്ട് ആരംഭിച്ചതാണ് ഈ ചാനൽ. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ചീപ്പ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി മാത്രം കൊടുത്താൽ മതി അല്ലേ, അതാണ് ചീപ്പ് ലേബർ. അവർ കുറഞ്ഞ കാശ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ തൊഴിലാളികൾ ജോലി ചെയ്യും. അതുകൊണ്ടാണ് അവിടെ മൂലധന നിക്ഷേപം നടത്താൻ മുതലാളിമാരെ അവരെ പ്രേരിപ്പിച്ച ഘടകം. രണ്ടാമത്തെ എന്താണ്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ധാരാളമായിട്ട് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ഈ കോളനികളാക്കപ്പെട്ട രാജ്യങ്ങളിൽ അവർക്ക് ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് ധാരാളമായിട്ട് ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. മൂന്നാമത്തേത് ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യാൻ അവർക്ക് ലോ കോസ്റ്റ് മതിയായിരുന്നു, വളരെ കുറഞ്ഞ രീതിയിലുള്ള ചെലവ് മതിയായിരുന്നു. ഈ 3 ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഈ 3 ഘടകങ്ങളാണ് ഇവിടെ ഇവർക്ക് എന്തിനു വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്നത്, മൂലധന നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? ചീപ്പ് ലേബർ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. തൊഴിലാളികളുടെ കുറഞ്ഞ രീതിയിലുള്ള കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവ്. മനസ്സിലായല്ലോ? ബാക്കി നോക്കാം. ദി ഡിസ്റ്റിങ്ക്റ്റീവ് ഫേസസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ, അവിടെ ഒരു നമുക്ക് മനസ്സിലാക്കാനൊരു പോയിൻ്റ് ഉണ്ട്. എന്താണ് സാമ്രാജ്യത്വം അല്ലെങ്കിൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്? കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം അല്ലേ, അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത് ഈ ഇമ്പീരിയലിസം. അതായത് പ്രത്യേകമായിട്ടുള്ളൊരു ഒഴുക്ക്, ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ്, കാശിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രത്യേകമായ ഒഴുക്ക്, ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ഇമ്പോസിങ് എ നാഷൻ എ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസ് ഓൺ അനദർ നാഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇമ്പീരിയലിസം. ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്യൂച്ചർ, അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഫണ്ടമെൻ്റൽ ഫീച്ചർ ഏതിൻ്റെയാണ്? സാമ്രാജ്യത്വത്തിൻ്റെ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക, ചുമത്തുക എന്നൊക്കെയാണ്. ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ, ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ മീൻസ് രാഷ്ട്രീയം, എക്കണോമിക് സാമ്പത്തികം, കൾച്ചറൽ എന്ന് പറയുമ്പോൾ സാംസ്കാരികം, ഡൊമിനൻസ് ആധിപത്യം. ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസ് ഓൺ അനദർ നാഷൻ, മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സ്ഥാപിക്കുക. ഒരു രാജ്യം അതിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ ആധിപത്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ഏതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഇമ്പീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫ്യൂച്ചർ, അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ,
Colonialists imposed their dominance using legal system, administrative മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സ് എറ്റ്സെട്ര. അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഇവർ അവരുടെ ഈ കോളനികളിൽ അവരുടെ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും സൈനിക ശക്തിയും ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, കോളനികളെ സാമ്രാജ്യത്വ ശക്തിയായിട്ട് അവരുടെ ചൂഷണം നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇനി തൊട്ട് താഴെ നമ്മൾ നോക്കുമ്പോൾ ഹൗ ഡസ് ഇമ്പീരിയലിസം ഡിഫർ ഫ്രം കൊളോണൈസേഷൻ, എങ്ങനെയാണ് കോളനിവൽക്കരണത്തിൽ നിന്നും സാമ്രാജ്യത്വം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ് കോളനിവൽക്കരണമെന്നും അതുപോലെ സാമ്രാജ്യത്വം എന്നും നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്, ഈ ഇമ്പീരിയലിസം സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് അഫക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ബാധിച്ചത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയെല്ലാമാണ്? ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡെസ്ട്രോയിഡ്, ഡെസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കപ്പെടുക. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള എക്കണോമിക് സിസ്റ്റം, അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ, കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ തകർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെയർ റീപ്ലേസ്ഡ്, അവരുടെ ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പീപ്പിൾ ഇൻ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ല്യൂ ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്, അവർ പരമ്പരാഗതമായിട്ട് ഭക്ഷ്യവിളകൾക്ക് പകരം പിന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്, അവരുടെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായിട്ട് കൊള്ളയടിക്കപ്പെട്ടു. ഇൻഡിജിനസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡെസ്ട്രോയിഡ്, അവരുടെ ഇൻഡിജിനസ് ആർട്സ് മീൻസ് തദ്ദേശീയമായ കല, ലിറ്ററേച്ചർ സാഹിത്യം, ലാംഗ്വേജ് അവരുടെ ഭാഷ, കൾച്ചർ സംസ്കാരം, എഡ്യൂക്കേഷൻ സിസ്റ്റം വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ തകർക്കപ്പെട്ടു. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുക സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ ബാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡെസ്ട്രോയിഡ്, കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെയർ റീപ്ലേസ്ഡ്, അവരുടെ ഭരണ രീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പീപ്പിൾ ഇൻ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ല്യൂ ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്, അവരുടെ പരമ്പരാഗതമായ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നു. പുവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെന്താണ്? നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്, വ്യാപകമായിട്ട് അവരുടെ വിഭവ ഉറവിടങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. ഇൻഡിജിനസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡെസ്ട്രോയിഡ്, അവരുടെ തദ്ദേശീയമായിട്ടുള്ള കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം ഇവയെല്ലാം തകർക്കപ്പെട്ടു. കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എമോങ് ഇമ്പീരിയലിസ്റ്റ് നാഷൻസ് ഫോർ കോളനീസ് ആൻഡ് മാർക്കറ്റ്സ് ലെഡ് ടു ദി ഔട്ട്ബ്രേക്ക് ഓഫ് വാർസ്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്നത്, ഈ ഇമ്പീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വം എങ്ങനെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ഇത്രയും പറഞ്ഞത്. കോമ്പറ്റീഷൻ മത്സരങ്ങളും കോൺഫ്ലിക്റ്റ് സംഘടനകളും അല്ലേ, ഈ കോൺഫ്ലിക്റ്റും അതുപോലെ കോമ്പറ്റീഷനും എമോങ് ഇമ്പീരിയലിസ്റ്റ് നാഷൻസ്, ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് ഇടയിലുള്ള മത്സരങ്ങളും സംഘടനകളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കോളനികളിലെ കമ്പോളങ്ങൾക്കുമൊക്കെ വേണ്ടിയുള്ള മത്സരങ്ങൾ എന്തിലേക്ക് നയിക്കുകയാണ്? ഔട്ട്ബ്രേക്ക് ഓഫ് വാർസ്, യുദ്ധങ്ങളിലേക്ക് നയിക്കുകയാണ്, ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. അപ്പം മനസ്സിലായല്ലോ, ഒന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ നയിക്കുന്നതിനുള്ള പ്രധാന കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ എന്ത് ചെയ്തു വെച്ചതാണ്? കോളനികളാക്കി അവരെ ചൂഷണം ചെയ്തതാണ് പിന്നീട് ഈ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് തന്നെയാണ്? ഇമ്പീരിയലിസം തന്നെയാണ്, ഈ സാമ്രാജ്യത്വം തന്നെയാണ്. കോളനിവൽക്കരണവും സാമ്രാജ്യത്വവും തന്നെയാണ് എന്തിലേക്ക് നയിക്കുന്നത്? ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വൻ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫസ്റ്റ് വേൾഡ് വാറാണ്, ഒന്നാം ലോക മഹായുദ്ധം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
താങ്ക് യു.